പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ കല്യാണത്തിൽ പങ്കെടുത്തു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അടക്കം 4 പേരെ KPCC നേരത്തെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. ഇപ്പോൾ ഇവർക്കെതിരെയുള്ള നടപടി റദ്ദാക്കിയിരിക്കുകയാണ്. ഇവർക്ക് മുൻപുണ്ടായിരുന്ന അതേ പദവി തന്നെ നൽകി ഇവരെ പാർട്ടിയിൽ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ അന്ന് ഈ പെരിയ ഇരട്ട കൊലപാതക കേസ് പ്രതികളുടെ ഒരാളുടെ മകൻ്റെ കല്യാണത്തിന് പങ്കെടുത്തു എന്ന കാരണം ചൂണ്ടിയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ അന്നത് ഈ പ്രവർത്തകരുടെ അടക്കം വികാരത്തിനെതിരായി അങ്ങനെ പങ്കെടുത്തത്. അതിപ്പം എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒന്ന് അവിടെ പങ്കെടുക്കാനുണ്ടായിരുന്ന കാരണം? യഥാർത്ഥത്തിൽ കല്യാണത്തിനല്ല പങ്കെടുത്തത്. അതിനുശേഷമുള്ള ഒരു റിസപ്ഷൻ പെരിയലുണ്ടാകുന്ന സമയത്താണ് ഈ പ്രതി ഞങ്ങളാരെയും കല്യാണം ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ആണ് നമ്മുടെ കല്യാണം ക്ഷണിച്ചത്. പക്ഷേ അപ്പോഴും ഒരു ജാഗ്രതക്കുറവ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഞങ്ങളന്ന് ആ അർത്ഥത്തിലുള്ള മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഡോക്യുമെൻ്റ് നൽകിയതുമാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ ഒരു ജാഗ്രതക്കുറവിൻ്റെ മുകളിൽ തന്നെയാണ്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള അതിൻ്റെ ഒരു സ്വത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈകാരികത എന്ന് പറയുന്നത് ധീര രക്തസാക്ഷികൾ തന്നെയാണ്. അതിലൊരു മൈന്യൂട്ട് കാര്യത്തിൽ പോലും നമ്മൾ ഇടപെടാൻ പാടില്ല എന്ന വലിയ മെസ്സേജ് തന്നെയാണ് അന്ന് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നൽകിയത്. അത് ശിരസ വഹിച്ചു. ഒരു വർഷക്കാലം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ക്രിയാത്മകവും സർഗാത്മകവുമായ പിന്തുണ പുറമേ നിന്ന് നൽകിക്കൊണ്ട് പാർട്ടിയോടൊപ്പം തന്നെ നിന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാർട്ടി ഞങ്ങളെ തിരിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതിന് എന്തെങ്കിലും തരത്തിലൊരു ധാരണയുണ്ടോ, അതോ തെറ്റ് സ്വയം ബോധ്യപ്പെട്ടു എന്ന് പാർട്ടി അറിയിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ തിരിച്ചു വരുന്നതിൻ്റെ ഒരു കാരണം? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ്? അല്ല, ഒന്നുമില്ല. നമ്മുടെ ഒരു ആത്മാർത്ഥത പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞു. പുതിയ കാലഘട്ടത്തിൽ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടേണ്ടതിൻ്റെ ഒരു അനിവാര്യത ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളാരും അണുകിട പിറകോട്ട് പോയില്ല. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ KPCCയുടെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ മറ്റേതെങ്കിലും പാർട്ടികളിൽ നിന്ന് ക്ഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു? എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലുള്ള ആളുകളെ ക്ഷണിക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ പറ്റുന്നൊരു മാനസികാവസ്ഥ മറ്റ് പാർട്ടികൾക്കുണ്ടാവാൻ ഇടയില്ല. കാരണം ഞങ്ങളുടെയൊക്കെ 10-35 വർഷക്കാലത്തെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ ഒരു പ്രവർത്തന മേഖലയാണ്. ഇപ്പോൾ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടപ്പോഴും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധ മുഖമായി ആ പോരാട്ടത്തിൻ്റെ നാളുകളിലെല്ലാം മുൻപിൽ നിന്ന ഒരാൾ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായും ഞങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഞാൻ അന്ന് പുറത്താകുന്ന സന്ദർഭത്തിലും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സിരകളിൽ ഒഴുകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രക്തമാണ്, അതുകൊണ്ട് പാർട്ടി വിട്ട് മറ്റൊരാലോചന ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്തുമൊക്കെ തന്നെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനുമായി വലിയ പോരാട്ടം നടത്തിയതാണ്. വലിയ വാക്പോരാട്ടമൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായി ഇപ്പോൾ ഒരു ബന്ധം എങ്ങനെയാണ്? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്? കാസർഗോഡ് അദ്ദേഹം വന്നത് മുതൽ തന്നെ ഏറ്റവും വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകനായിരുന്നു ഞാൻ. കാരണം കേരളത്തിലെ ഏറ്റവും പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ദീർഘകാലം ഈ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ഫൈറ്ററായി നിന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് കാണിക്കേണ്ട ഒരു ബഹുമാന്യതയുടെ അതിർവരമ്പുകൾ ചില ഘട്ടങ്ങളിൽ അതിലംഘിച്ചു പോയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു സാഹോദര്യ ബന്ധം എന്നുള്ള രീതിയിൽ അത് തിരിച്ചറിയാനും അത് പൊറുക്കാനുമൊക്കെ അദ്ദേഹവും തയ്യാറായി എന്ന് മാത്രമല്ല, അദ്ദേഹവും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു ശൈലി ഈ അടുത്ത കാലത്ത് അവലംബിച്ചതോടുകൂടി തന്നെയാണ് പാർട്ടിയിലേക്ക് കടന്നു വരാനുള്ള തീരുമാനത്തിന് വേഗതയുണ്ടായത്. ഇതിൻ്റെ പിന്നിൽ ധാരാളം നേതാക്കന്മാർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, അതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കന്മാരെല്ലാം ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെടുകയും എത്രയും പെട്ടെന്ന് തന്നെ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള സത്വര നടപടികൾക്കാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങണം എന്ന് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നേതൃത്വത്തിൽ തന്നെ മലബാറിലെ രാഷ്ട്രീയം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഏകോപനമാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഏതായാലും ഇവർക്കുണ്ടായ ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുണ്ടായ കാരണത്തിൽ ഇവരുടെ വിശദീകരണം ഇവർ പാർട്ടിക്ക് സമർപ്പിച്ചു. ആ വിശദീകരണത്തിൻ്റെ പുറത്താണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ ഇവരെ തിരിച്ചെടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. മുൻപുണ്ട് ഇവർക്കുണ്ടായിരുന്ന അതേ പദവികളിൽ തന്നെയാണ് ഇവരെ തിരിച്ചെടുക്കുന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിക്ക് വേണ്ടി പോരാടാൻ തന്നെയാണ് തിരിച്ചു വരുന്ന ഇവരുടെ തീരുമാനവും. സഞ്ജു പോറ്റമലിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.